Dear students, ഇന്നിവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡായ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ഹൗ ടു ഫൈൻഡ് ഔട്ട് ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബൈ യൂസിങ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അതായത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഫേമിൽ, അതായത് മാനുഫാക്ചറിങ് കൺസേൺസിലാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഫാക്ടറികളിൽ നിന്ന് മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഷോപ്പുകളിലേക്കോ അല്ലെങ്കിൽ വെയർഹൗസിലേക്കോ ഗുഡ്സ് സർവീസസ് മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. സോ ഇവിടെ ഇമ്പോർട്ടൻറ്റ് മെത്തേഡായിട്ടുള്ള വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കൺസെപ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഫോർഗോൺ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി പെനാലിറ്റി. ഓക്കെ, ഞാൻ സ്റ്റെപ്സ് പറയുന്നതിന് മുമ്പായിട്ട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഹിയർ ഈസ് എൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദി ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. ട്രാൻസ്പോർട്ടേഷൻ ടേബിളാണ് ഈ തന്നിട്ടുള്ളത്. ഇവിടെ ഡിഫറെൻറ്റ് കോളംസ് നമുക്ക് തന്നിട്ടുണ്ട്, ഡിഫറെൻറ്റ് റോസ് തന്നിട്ടുണ്ട്. കോളം D1, D2, D3, D4 ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണോ നമുക്ക് ഗുഡ്സ് എത്തിക്കേണ്ടത്, പ്രൊഡക്ട്സ് എത്തിക്കേണ്ടത്, അതാണ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇവിടെ പ്രൊഡക്ട്സ് എത്തിക്കുന്നത് ഒരു വെയർഹൗസ് അല്ലെങ്കിൽ ഒരു ഗോഡൗൺ ഒരു ഷോപ്പ് മാർക്കറ്റ് ഒക്കെ ആവാം. സോ ദോസ് ആർ ദി ഡെസ്റ്റിനേഷൻസ്. ഇനി നെക്സ്റ്റ് ഡിഫറെൻറ്റ് റോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റോ എന്ന് പറയുന്നത് O1, O2 ആൻഡ് O3 ഡിഫറെൻറ്റ് റോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. O ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് ഒറിജിൻ, അതായത് എവിടെയാണോ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എവിടെയാണോ മാനുഫാക്ചറിങ് നടത്തുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നത്, അതാണ് ഒറിജിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേ ബി പ്ലാന്റ് ആവാം, ഡിഫറെൻറ്റ് ഫാക്ടറീസ് ആവാം. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ഫാക്ടറി അല്ലെങ്കിൽ പ്ലാന്റ് ആണ് ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ ഓരോ സെല്ലിലും ഒരു റോയും കോളും അടങ്ങുന്നതാണ്, ഇതാണ് ഒരു സെൽ എന്ന് പറയുന്നത്. ഈ ഓരോ സെല്ലിലും കൊടുത്തിട്ടുള്ള വാല്യൂസാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പെർ യൂണിറ്റ്. ഇവിടെ നമുക്ക് അവൈലബിലിറ്റി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അവൈലബിലിറ്റി എന്ന് പറയുന്നത് സപ്ലൈ ആണ്. ദെൻ റിക്വയർഡ് എന്ന് പറയുന്നത് ഡിമാൻഡാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഫസ്റ്റ് ഒറിജിനിൽ ഫസ്റ്റ് ഫാക്ടറിയിൽ 20 പ്രൊഡക്ട്സ് ഉണ്ട്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആവശ്യപ്പെടുന്നത് 16 പ്രൊഡക്ട്സ് ആണ്. സോ ഇവിടെ ഒരു പ്രൊഡക്റ്റ് D1 എന്നുള്ള ഡെസ്റ്റിനേഷനിലേക്ക്, അതായത് ഫസ്റ്റ് വെയർഹൗസിലേക്ക് ഒരു പ്രൊഡക്റ്റ് ഫസ്റ്റ് ഫാക്ടറിയിൽ നിന്ന് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് വരുന്ന കോസ്റ്റാണ് എന്ത്? 10 rupees. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് 10 rupees. സോ ഇവിടെ ഓരോ സെല്ലിലും ഈ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് പെനാൽറ്റി എന്നുള്ളത്? അപ്പോൾ നമുക്ക് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് നമുക്കറിയാം. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് പ്രകാരം ട്രാൻസ്പോർട്ടേഷൻ ടേബിളിലെ ഏറ്റവും ലോവസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ₹6 ആണ്. ഈ ടേബിൾ പ്രകാരം 6 ആണ്. അപ്പോൾ ലോവസ്റ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 6. ഇനി വൈൽ കൺസിഡറിങ് ദാറ്റ് പെർട്ടിക്കുലർ റോ ആൻഡ് കോളം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള 6ന് നേരെ വരുന്ന സപ്ലൈ എത്രയാണെന്ന് നോക്കുക. സപ്ലൈ എന്ന് പറയുന്നത് 40 ആണ്. സപ്ലൈ ഈസ് ഈക്വൽ ടു 40
ആൻഡ് ഇറ്റ്സ് കോളത്തിൽ വരുന്നത് ഡിമാൻഡാണ്. സോ ഡിമാൻഡ് ഇസ് ഈക്വൽ ടു 30. ഡിമാൻഡ് എന്ന് പറയുന്നത് 30 ആണ്. ഇഫ് ഇപ്പോൾ സപ്പോസ് ഇവിടെയും 40 ആണെന്ന് വിചാരിക്കുക, ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 40 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അവൈലബിലിറ്റി നമുക്ക് സപ്ലൈ 40 ഉണ്ട്, ഡിമാൻഡ് 40 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കംപ്ലീറ്റ് ഡിമാൻഡ് നമുക്ക് ഈ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാം. അതായത് D4 എന്നുള്ള വെയർ ഹൗസിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ഒറിജിൻ 2 ആണ്. അതായത് സെക്കൻഡ് ഫാക്ടറിയിൽ നിന്നാണ് നമ്മൾ എങ്ങോട്ട് എത്തിക്കുന്നത്? 4ാമത്തെ വെയർ ഹൗസിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിന് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 40 × 6. 40 × 6 ആണ് എന്ത് വരുന്നത്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 240. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് എത്രയാണോ ഡിമാൻഡ് ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ സപ്ലൈ കയ്യിലുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സപ്ലൈ എന്ന് പറയുന്നത് 40 ആണ്, ബട്ട് ഇറ്റ്സ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഓൺലി 30. സോ ഇവിടെ നമ്മൾ ഇഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു 40 ആൻഡ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 30, സപ്ലൈ 40 ഡിമാൻഡ് 30 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? അതായത് നമുക്ക് 30 യൂണിറ്റ്സ് മതി, കാരണം അവിടെ ഡിമാൻഡ് എന്ന് പറയുന്നത് 30 യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് 30 യൂണിറ്റ്സ് ആ വെയർ ഹൗസിലേക്ക് എത്തിച്ചാൽ മതി. അപ്പോൾ 30 യൂണിറ്റ്സ് D4 എന്നുള്ള ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 30 × 6 ആണ്. 30 × 6 ദാറ്റ് ഈസ് 180. ഓക്കെ. സോ ഇവിടെ നമ്മൾ ഡിമാൻഡ് 30 ഈ സപ്ലൈയിൽ നിന്ന് പോയി. സോ അവിടെ ബാലൻസ് സപ്ലൈ എന്ന് പറയുന്നത് എത്ര യൂണിറ്റ് ഉണ്ട്? 10 യൂണിറ്റ് ഉണ്ട്. ഈ 10 യൂണിറ്റ് കിട്ടിയത് 40 യൂണിറ്റ് സപ്ലൈ, 40 യൂണിറ്റോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പരിഗണിക്കാം. അപ്പോൾ 40, ഇപ്പോൾ സപ്പോസ് 40 പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 30 പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വെയർ ഹൗസിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ബാലൻസ് വരുന്നത് 10 ആണ്. അപ്പോൾ ഈ 10 ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യണം? ഈ 10 നമ്മൾ സെൻഡ് ചെയ്യണം. അപ്പോൾ ഈ 10 നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ വീണ്ടും, അപ്പോൾ ഇവിടെ ഈ കോളം പോയല്ലോ, അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ 10 സെൻഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ലീസ്റ്റ് കോസ്റ്റ് ഏതാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ലീസ്റ്റ് കോസ്റ്റ് ഈ ടേബിളിൽ വരുന്നത് ₹8 ആണ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ലീസ്റ്റ് കോസ്റ്റ് ഈസ് ₹8. സോ ഇവിടെ നമുക്ക് ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ₹8 ആണ്. നെക്സ്റ്റ് ഈ ടേബിളിലെ ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 8 ആണ് വരിക. സോ അവിടെ ലീസ്റ്റ് കോസ്റ്റ് 8 വന്നു. നമുക്ക് ഇവിടെ 40 യൂണിറ്റ്സിൽ 30 യൂണിറ്റ്സ് ഓൾറെഡി നമ്മൾ കൊടുത്തു. സോ ബാലൻസ് ഈസ് 10 യൂണിറ്റ്സ് ആണ്. ഈ 10 യൂണിറ്റ് നെക്സ്റ്റ് ലീസ്റ്റ് കോസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ ഈ കോളം ആണ് നമ്മൾ പരിഗണിക്കണമെങ്കിൽ, ഈ റോ ആണ് നമ്മൾ പരിഗണിക്കണമെങ്കിൽ ഈ റോയിലുള്ള നെക്സ്റ്റ് ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ₹9 ആണ്. അപ്പോൾ ഇവിടെ പെനാൽറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ റോ ആണ് പരിഗണിക്കേണ്ടത്. സോ ഇതിലെ നെക്സ്റ്റ് ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹിയർ 12 ഉണ്ട്, 14 ഉണ്ട്, 9 ഉണ്ട്. സോ ലീസ്റ്റ് കോസ്റ്റ് ഈസ് ₹9. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ലീസ്റ്റ് കോസ്റ്റ് ഈസ് ₹9 ആണ്. സോ 9 നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ബാലൻസ് വരുന്ന 10 പ്രൊഡക്ട്സിന് 10 ഐറ്റംസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ₹9 വെച്ചിട്ട് ഡെസ്റ്റിനേഷൻ 1ലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 10 × 9 ഈസ് ഈക്വൽ ടു 90. സപ്പോസ് നമ്മൾ ഇവിടെ 40 തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലീസ്റ്റ് കോസ്റ്റ് പ്രകാരം നമ്മൾ എത്ര രൂപക്കാണ് കൊടുക്കേണ്ടത്? ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത് അല്ലെങ്കിൽ പെർ പ്രൊഡക്റ്റ് വരുന്നത് 6 ആണ്. സോ ഇവിടെ നമുക്ക് വരേണ്ട എമൗണ്ട് 60 ആണ്. പക്ഷേ നമ്മൾ നെക്സ്റ്റ് ലീസ്റ്റ് കോസ്റ്റിലാണ് അത് സപ്ലൈ ചെയ്യേണ്ടി വന്നത്, ബിക്കോസ് ഡിമാൻഡ് ഇല്ലാത്ത കാരണം. സോ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും? 30 വരും. സോ ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെനാലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 6 പ്രൊവൈഡ് ചെയ്തിരുന്നത്.
നമുക്ക് ഡിമാൻഡ് ഇല്ലാത്ത കാരണം അടുത്ത ലീസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ള ₹9 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഫാക്ടറിയിൽ നിന്ന് വെയർ ഹൗസിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. സോ ഇവിടെ 60 ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരേണ്ട സ്ഥാനത്ത് നമുക്ക് വന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ₹90 ആണ്. അപ്പോൾ ഈ ബാലൻസ് വരുന്ന 30 ആണ് നമ്മൾ അതിന് കൊടുക്കണ പെനാൽറ്റി എന്ന് പറയുന്നത്. സോ അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ പെനാൽറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ₹30 എന്ന് പറയുന്നത് എത്ര പ്രൊഡക്റ്റിനാണ്? 10 പ്രൊഡക്റ്റിനാണ്. അപ്പോൾ നമുക്ക് പെർ യൂണിറ്റ് കാണാം. പെനാൽറ്റി ഫോർ 1 item, penalty for 1 item is equal to 30 divided by 10. 30 divided by 10 is equal to 3. Okay, that is ₹3. അപ്പോൾ ₹3 ആണ് ഒരു പ്രൊഡക്റ്റിന് വരുന്ന പെനാൽറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇങ്ങനെയൊന്നും ഈ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ നമ്മൾ പെനാൽറ്റി കാണേണ്ട ആവശ്യമില്ല. ഇത് എങ്ങനെയാണ് പെനാൽറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ഔട്ട്ലൈനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇതുപോലെയൊന്നും നമ്മൾ പെനാൽറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ റോയും ഓരോ കോളും കൺസിഡർ ചെയ്യുക. അപ്പോൾ സപ്പോസ് ഫസ്റ്റ് റോ ആണ് നമ്മൾ എടുക്കണമെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത്, ആ റോയിലെ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. ദെൻ നെക്സ്റ്റ് നിയറസ്റ്റ് വരുന്ന ചെറിയ വാല്യൂ, അതായത് ഫസ്റ്റ് ചെറിയ വാല്യൂ വരുന്ന ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് വരുന്നത് 7ഉം നെക്സ്റ്റ് ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതാണ് എന്ത്, പെനാൽറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് റോ കൺസിഡർ ചെയ്യൂ. നെക്സ്റ്റ് റോ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് വരുന്നത് 6 ആണ്, ₹6. നെക്സ്റ്റ് സ്മോളസ്റ്റ് ₹9 ആണ്. സോ 9 - 6 ഈസ് ഈക്വൽ ടു 3. പെനാൽറ്റി വരുന്നത് 3 ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും നമുക്ക് പെനാൽറ്റി കിട്ടിയത് എത്രയാണ്? ₹3 ആണ്. ഓക്കെ, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കോളും ഓരോ റോയും പരിഗണിക്കണം. സോ നെക്സ്റ്റ് കോളം ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഈസ് 8. നെക്സ്റ്റ് സ്മോളസ്റ്റ് കോസ്റ്റ് ഈസ് ₹9. സോ ഹിയർ പെനാൽറ്റി ഈസ് ₹1. ഇതേപോലെ നെക്സ്റ്റ് കോളം എടുക്കുക. സോ ഹിയർ ₹8 ആണ്, 8ഉം 9ഉം. സോ 9 - 8 ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ദി പെനാൽറ്റി. ഹിയർ ഓൾസോ സെക്കൻഡ് കോളത്തിലും ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 8 ആണ്. നെക്സ്റ്റ് നിയറസ്റ്റ് ലോവസ്റ്റ് കോസ്റ്റ് ഈസ് 9. സോ അവിടെയും 9 - 8 ഈസ് ഈക്വൽ ടു 1. പെനാൽറ്റി ഈസ് ഈക്വൽ ടു 1. ഇവിടെ തേർഡ് കോളത്തിൽ 11ഉം 12ഉം ആണ് വരുന്നത്. സോ 12 - 11 ഈസ് ഈക്വൽ ടു 1. ദ നെക്സ്റ്റ് 6ഉം 7ഉം. സോ ദാറ്റ് ഈസ് ഓൾസോ 1. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, പെനാൽറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് നമുക്ക് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഇവിടെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻലി ദർ ആർ 5 സ്റ്റെപ്സ്. ഈ 5 സ്റ്റെപ്പ് മുഖേനയാണ് നമ്മൾ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിലൂടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഫൈൻഡ് പെനാൽറ്റി കോസ്റ്റ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ പെനാൽറ്റി കോസ്റ്റ് ഫൈൻഡ് ചെയ്തു. ദാറ്റ് ഈസ് ഓരോ റോയിലും വൈൽ കൺസിഡറിങ് ദാറ്റ് ഈസ് ഈച്ച് റോ ആൻഡ് കോളം, ഓരോ കോളത്തിലെയും ഓരോ റോയിലെയും സ്മോളസ്റ്റ് കോസ്റ്റും നെക്സ്റ്റ് സ്മോളസ്റ്റ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസാണ് എന്തെന്ന് പറയുന്നത്, പെനാൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ റോയിലെയും ഓരോ കോളവും നമ്മൾ കൺസിഡർ ചെയ്യുക. ഓരോ റോയിലെയും സ്മോളസ്റ്റ് കോസ്റ്റും നെക്സ്റ്റ് സ്മോളസ്റ്റ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് പെനാൽറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അങ്ങനെ പെനാൽറ്റി കണ്ടതിന് ശേഷം ആ പെനാൽറ്റിയിൽ നിന്ന് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, മാക്സിമം പെനാൽറ്റി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇപ്പോൾ സപ്പോസ് മാക്സിമം പെനാൽറ്റി, ഒരേ പെനാൽറ്റിന് 1, 2, 3 നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ ഇവിടെ ഈ എക്സാമ്പിളിൽ മാക്സിമം പെനാൽറ്റി, ഇപ്പോൾ നമ്മൾ പെനാൽറ്റി കണ്ടു. അപ്പോൾ മാക്സിമം പെനാൽറ്റി എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. ഓക്കെ,
3 മാക്സിമം പെനാൽറ്റി. സപ്പോസ് ഇവിടെ ഈ കോളത്തിൽ 3 ഉണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അത് നമ്മളുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഏത് പെനാൽറ്റി വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ ഡിമാൻഡും സപ്ലൈ ഒക്കെ കൺസിഡർ ചെയ്ത് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് ദി സെൽ വിച്ച് ഈസ് ഹാവിങ് ലോവസ്റ്റ് കോസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പെനാൽറ്റി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതിലെ മാക്സിമം പെനാൽറ്റി നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഫൈൻഡ് ഔട്ട് ദി സെൽ വിച്ച് ഈസ് ഹാവിങ് ലോവസ്റ്റ് കോസ്റ്റ്. അപ്പോൾ ലോവസ്റ്റ് കോസ്റ്റ് ഉള്ള സെല്ല് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ പെനാൽറ്റി കാൽക്കുലേറ്റ് ചെയ്തു. സെക്കൻഡ് ഹയസ്റ്റ് പെനാൽറ്റി ദാറ്റ് ഈസ് മാക്സിമം പെനാൽറ്റി ഏതാണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്തു. ഇവിടെ 3 മാക്സിമം പെനാൽറ്റി. ആ 3 ഒരു റോക്ക് നേരെയാണ് വരുന്നത്. സോ ആ റോയിൽ വരുന്ന ഏറ്റവും സ്മോളസ്റ്റ് കോസ്റ്റ്, അതായത് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് ഏതാണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ₹6. ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ₹6 ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദി കോളം ആൻഡ് റോ വിച്ച് ഈസ് എക്സോസ്റ്റഡ് ഈസ് ടു ബി ഡിലീറ്റഡ്. കോളം ആൻഡ് റോ വിച്ച് ഈസ് എക്സോസ്റ്റഡ് ഈസ് ടു ബി ഡിലീറ്റഡ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ മാക്സിമം പെനാൽറ്റി എടുത്തു. അത് ഒരു റോക്ക് നേരെയാണ് വരുന്നത്. സോ അവിടെ സ്മോളസ്റ്റ്, ആ റോയിലുള്ള സ്മോളസ്റ്റ് കോസ്റ്റ്, ലോവസ്റ്റ് കോസ്റ്റ് എടുത്തു. ഇനി സപ്പോസ് അത് നമുക്കൊരു കോളത്തിന് നേരെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കോളത്തിന് നേരെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കോളത്തിലെ സ്മോളസ്റ്റ് വാല്യൂ ആണ്, കോസ്റ്റാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഇനി ആ സ്മോളസ്റ്റ് കോസ്റ്റ് വരുന്ന അതിൻ്റെ ഡിമാൻഡും അതേപോലെ തന്നെ സപ്ലൈയും പരിഗണിക്കുക. അപ്പോൾ ഇവിടെ ഡിമാൻഡ് എന്ന് പറയുന്നത് 30 ആണ്, സപ്ലൈ എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 30 നമ്മൾ ഇപ്പോൾ ഡിമാൻഡ് 30 ആണ്, പക്ഷെ നമ്മളെ കയ്യിൽ 40 ഉണ്ട്. 40 സപ്ലൈ പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യം എത്രയേ ഉള്ളൂ? 30 പ്രൊഡക്ട്സേ ഉള്ളൂ. സോ ആ 30 പ്രൊഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യണം? ഈ കോളത്തിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതായത് 30 പ്രൊഡക്ട്സ് ₹6 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് ഒറിജിനിൽ നിന്നും ഈ ഡെസ്റ്റിനേഷനിലേക്ക്, 4ാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് ആ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്തു, അതായത് സെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ കോസ്റ്റ് വരുന്നത് എത്രയാണ്? ₹180. ദാറ്റ് ഈസ് 30 × 6, 30 × 6, ₹180 കോസ്റ്റ് വരിക. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോളം ആൻഡ് റോ വിച്ച് ഈസ് എക്സോസ്റ്റഡ് ഈസ് ടു ബി എന്ത് ചെയ്യണം? ഡിലീറ്റഡ്. അത് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇവിടെ 30 വന്നു, ഈ ഡിമാൻഡ് 30 നമ്മൾ ഇവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. സോ ഈ കോളം എന്തായി പോയി? അത് എക്സോസ്റ്റ് ചെയ്ത് പോയി. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. അതാണ് ഈ ഫോർത്ത് സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ്, ദി എബോവ് സ്റ്റെപ്പ് ഈസ് ടു ബി കണ്ടിന്യൂഡ് ടിൽ ആൻ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് അറ്റൈൻഡ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള, അതായത് പെനാൽറ്റി കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിൽ നിന്ന് മാക്സിമം പെനാൽറ്റി കണ്ടെത്തുക. ആ മാക്സിമം പെനാൽറ്റി വരുന്നത് ഏത് റോ ആണോ കോളം ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ റോ ആണെങ്കിൽ ആ റോയിലുള്ള ലോവസ്റ്റ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. കോളം ആണെന്നുണ്ടെങ്കിൽ ആ കോളത്തിലുള്ള ലോവസ്റ്റ് കോസ്റ്റ് പരിഗണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഡിമാൻഡും സപ്ലൈ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്കൊരു ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കിട്ടുന്നത് വരെ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി 5 സ്റ്റെപ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ഔട്ട് ദി പെനാൽറ്റി കോസ്റ്റ്. പെനാൽറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റോയിലെയും കോളത്തിലെയും സ്മോളസ്റ്റ് കോസ്റ്റും നെക്സ്റ്റ് നിയറസ്റ്റ് സ്മോളസ്റ്റ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പെനാൽറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓരോ പെനാൽറ്റി കണ്ടതിന് ശേഷം, കോളത്തിലും റോയിലും പെനാൽറ്റി കണ്ടതിന് ശേഷം മാക്സിമം പെനാൽറ്റി ചൂസ് ചെയ്യുക. മാക്സിമം പെനാൽറ്റി വരുന്നത് ഏത് കോളമാണോ അല്ലെങ്കിൽ ഏത് റോ ആണോ അതിലെ ലോവസ്റ്റ് കോസ്റ്റ് ചൂസ് ചെയ്യുക. ആ ലോവസ്റ്റ് കോസ്റ്റ് വരുന്ന കോളം അല്ലെങ്കിൽ റോൻ്റെ ഡിമാൻഡും
സപ്ലൈയും പരിഗണിച്ചിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, അത് അലോക്കേഷൻ നടത്തുകയാണ്. സോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ കോളവും ഓരോ റോയും എക്സോസ്റ്റ് ചെയ്ത് പോവും. ലാസ്റ്റ് നമുക്ക് ഒരു ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കിട്ടും, ദാറ്റ് ഈസ് മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കിട്ടും. സോ ഇതാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. ഓക്കെ, താങ്ക് യു.